ലോകത്തിന്റെ വേഗരാജാവിനെ കണ്ടെത്താൻ പാരീസ് ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ 100 മീറ്റർ ഫൈനൽ റൗണ്ടിൽ ഏറ്റവും മികച്ച 8 താരങ്ങൾ അണിനിരന്നപ്പോൾ സംഭവിച്ചത് പുതിയ ചരിത്രമാണ്. ഒളിമ്പിക്സിൽ ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും വേഗമേറിയ പോരാട്ടം അവസാനിച്ചപ്പോൾ ആരാണ് വിജയിയെന്ന് സൂചന പോലും ലഭിക്കാത്ത മാരക ഫിനിഷിംഗ് ആണ് സംഭവിച്ചത്. സ്റ്റാർട്ടപ്പിന് വെടിയുതിർത്തപ്പോൾ വെടിച്ചില്ല് കണക്കെ ഫിനിഷിംഗ് ലൈൻ കടന്ന താരങ്ങൾ വിജയം ആഘോഷിക്കാനാവാതെ കാത്തിരുന്നു ഫോട്ടോ ഫിനിഷിന് വേണ്ടി. ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ സെക്കൻഡിന്റെ 5000ൽ ഒരംശത്തിന് അമേരിക്കയുടെ നോഹ ലൈൽസ് വിജയിച്ചതായി അറിയിപ്പ് വന്നു. സ്റ്റേഡി ഫ്രാൻസിൽ നടന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ നോഹയും നിലവിലെ ലോക ചാമ്പ്യൻ ജമൈക്കയുടെ കിഷെയ്ൻ തോംസണും 9.78 സെക്കൻഡിലാണ് ഫിനിഷ് ചെയ്തത്. ഫോട്ടോ ഫിനിഷിൽ നോഹ 9.784 സെക്കൻഡിൽ സ്വർണം നേടിയപ്പോൾ 9.789 സെക്കൻഡിൽ കിഷെയ്ൻ തോംസണിന് വെള്ളി കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. 9.81 സെക്കൻഡിൽ ഫിനിഷ് ലൈനിലൂടെ പറന്ന USA-യുടെ ഫ്രെഡ് കെർലിക്കാണ് വെങ്കലം. കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനത്തിലൂടെയാണ് നോഹ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ മനുഷ്യനായത്. അവസാന 10 മീറ്ററിൽ നോഹ അവിശ്വസനീയമായ കുതിപ്പ് നടത്തിയാണ് എതിരാളികളെ ഞെട്ടിച്ചത്. അതുവരെ കിഷെയ്ൻ തോംസൺ ആയിരുന്നു മുൻപിൽ. ഇതോടെ 20 വർഷത്തിന് ശേഷം 100 മീറ്ററിലെ സ്വർണം അമേരിക്കയിലെത്തി. 100 മീറ്ററിലും 200 മീറ്ററിലും നിലവിലെ ലോക ചാമ്പ്യനായിട്ടാണ് നോഹ ഒളിമ്പിക്സിനെത്തിയതെങ്കിലും ഈ വർഷത്തെ ഏറ്റവും വേഗതയേറിയ താരമെന്ന റെക്കോർഡ് കിഷെയ്ൻ തോംസണിന്റെ പേരിലായിരുന്നു. ജമൈക്കൻ ട്രയൽസിൽ 9.77 സെക്കൻഡിന് 100 മീറ്റർ പൂർത്തിയാക്കിയ തോംസൺ നോഹ ഓടിയതിനേക്കാൾ 0.04 സെക്കൻഡിന് മുന്നിലായിരുന്നു. തോംസൺ ആദ്യമായാണ് ഒളിമ്പിക് വേദിയിൽ ഓടുന്നത്. മത്സരശേഷം തോംസൺ ലൈൽസിന്റെ പ്രകടനത്തെ വാഴ്ത്തി. മികച്ച വേഗവും ഗംഭീരമായ വിജയം നേടാനുള്ള ഒരു ചാമ്പ്യന്റെ നിശ്ചയദാർഢ്യവും നോഹ പ്രകടമാക്കിയെന്ന് തോംസൺ അഭിപ്രായപ്പെട്ടു. തനിക്ക് സ്വർണം ലഭിക്കാത്തതിനേക്കാൾ വിഷമം സ്വന്തം പ്രകടനം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്തെ മികച്ച താരങ്ങളായിരുന്നു അണിനിരുന്നത്. അവർക്കൊപ്പം മുമ്പ് മത്സരിച്ച പരിചയവും ഉണ്ടായിരുന്നു. നേരിയ ആത്മവിശ്വാസക്കുറവ് തന്നെ 1ാം സ്ഥാനത്ത് എത്തിക്കുന്നതിൽ നിന്ന് തടഞ്ഞുവെന്നും താൻ ഇന്ന് സ്വയം തോൽപ്പിച്ചു എന്നും കിഷെയ്ൻ തോംസൺ പ്രതികരിച്ചിട്ടുണ്ട്. നോഹ ആദ്യമായാണ് ഒളിമ്പിക്സിൽ സ്വർണം നേടുന്നത്. 2004 ഒളിമ്പിക്സിൽ ജസ്റ്റിൻ ഗാറ്റിന് ശേഷം 100 മീറ്ററിൽ സ്വർണം നേടുന്ന ആദ്യ US താരം കൂടിയാണ് നോഹ. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ 200 മീറ്ററിൽ വെങ്കലം നേടിയിരുന്നു. ടോക്കിയോ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ ജേതാവായിരുന്ന US-ന്റെ ഫ്രെഡ് കെർലി ഇത്തവണ 3ാം സ്ഥാനത്തായി. നിലവിലെ ചാമ്പ്യൻ ഇറ്റലിയുടെ മാർസൽ ജേക്കബ്സ് ഇത്തവണ 9.85 സെക്കൻഡിൽ 5ാമതായി. ദക്ഷിണാഫ്രിക്കയുടെ അക്കാനെ സിംപ് 9.82 ആണ് 4ാമത്. ബോട്സ്വാനയുടെ ലെറ്റ്സിൽ ടെബാഗോ 9.86, USA-യുടെ കെന്നി ബെഡ്നറിക് 9.88, ജമൈക്കൻ താരം ഒബ്ലിക് സെവില്ല 9.91 എന്നിവർ 6, 7, 8 സ്ഥാനങ്ങളിലെത്തി. 3 അമേരിക്കക്കാരും 2 ജമൈക്കക്കാരും ഫൈനൽ റൗണ്ടിലേക്ക് യോഗ്യത നേടിയിരുന്നു. 2008, 2012, 2016 വർഷങ്ങളിൽ ജമൈക്കയുടെ ഉസൈൻ ബോൾട്ട് ആയിരുന്നു വേഗരാജാവ്.